ഇന്നിപ്പോൾ 4:30 കഴിഞ്ഞിട്ടുണ്ട്. നോമ്പാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് വീട്ടിൽ പോയിട്ട്. പക്ഷേ തിരക്കിട്ട് മണ്ടിയിട്ടുണ്ട്. കാരണം വീട്ടിൽ പോയിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളും ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ക്ലാസ് റൂമിൽ കുത്തിയിരുന്ന് 1:30 വിടുന്നതാണ് നമ്മൾ. പക്ഷെ അവിടെ ഇരുന്ന് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരാറുള്ളൂ ഞാൻ. കാരണം എന്ന് വെച്ചാൽ വീട്ടിലെത്തിയാൽ എന്തായാലും നടക്കൂല എൻ്റെ വർക്ക്. കാരണം നമ്മൾ ഒരു പൈസ കൊടുത്തിട്ട് നമുക്കൊരു ബോധം വന്നാൽ നമ്മൾ ഇറക്കുന്ന പൈസേൻ്റെ എഫേർട്ട് നമ്മൾ എടുത്തിട്ട് അതിലൊരു കാര്യം നമ്മൾ ഒഴിപ്പി കളിച്ചാൽ നമുക്ക് തന്നെ മെനക്കെട് എന്നുള്ളൊരു ബോധ്യം വന്നതോടുകൂടി അതിൻ്റെ ഒരു കാര്യത്തിൽ ഒരു ക്ലിയർ ആക്കണം വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ തന്നിരുന്നു. അതെല്ലാം കൂടി ചെയ്ത് സമയം 5 മണിയായപ്പോഴാണ് ഞാൻ പുറത്തൊക്കെ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ മക്കളും കുട്ടികളും വീട്ടിലുണ്ട്. അവർക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചതാണ്. അപ്പോൾ കുറച്ചൊക്കെ മക്കളും അഡ്ജസ്റ്റ് ചെയ്യട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴാണ് അനിയത്തി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ മക്കളും ആണെങ്കിൽ കുറച്ച് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് മല്ലേ ഞാൻ എൻ്റെ മക്കളോട് പറയും എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും മക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊണ്ട്. അതുകൊണ്ട് അവർക്ക് വാശിയൊന്നുമില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു പൊരി വേണമെന്ന് നിർബന്ധമാണ്. ആ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെ വീട്ടിൽ വന്നതുകൊണ്ട് കുറച്ച് ബീഫ് വീട്ടിൽ കിട്ടിയതുണ്ടായിരുന്നു. അങ്ങനെ ബീഫ് അടുപ്പത്ത് ഇടട്ടെ വിചാരിച്ച് അതിന് കുറച്ച് പൊറാട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊറാട്ടയും വാങ്ങി പിന്നെ പൊരിയും വാങ്ങിക്കുക കേട്ടോ വീട്ടിൽ വെക്കാൻ ടൈം. അങ്ങനെ വേഗം കുറച്ച് ബീഫ് കറി വെച്ചാൽ പിന്നെ ബീഫ് കറിയും ആയല്ലോ വിചാരിച്ച് പൊലിച്ചൊക്കെയും ഇരുപിനെയൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ചക്ക കൊത്തൻ ചക്ക അതിൻ്റെ ഇടയിൽ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കത്തിമേൽ കുറച്ച് കറ കാണുന്നത് അതാണ്. അങ്ങനെ എല്ലാം കൂടി തിരക്ക് കൂട്ടി ബീഫും കറിയും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത്രയും തിരക്ക് കൂട്ടി വേഗം അടുപ്പത്തേക്ക് വെക്കുന്നതെന്ന് വെച്ചാൽ ബാങ്ക് ഇപ്പോൾ കൊടുക്കൂട്ടോ. കാരണം അത്രയും ലേറ്റ് ആയിട്ടല്ല വീട്ടിലേക്ക് എത്തിയത്. എനിക്കിങ്ങനെ തിരക്ക് പിടിച്ച് ഓടിപ്പാഞ്ഞ് ഓരോന്ന് കാര്യങ്ങൾ രാവിലെ ആയാലും നമ്മൾ ക്ലാസ് പോകാനായാലും പോയി വന്നിട്ട് വീട്ടിൽ എത്തിയിട്ടായാലും തിരക്ക് പിടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് വരുമ്പോൾ കാരണം സമയം നമുക്ക് തിരയല്ലേ, നമ്മൾ കുഴങ്ങി പോകും ചില സമയത്തിട്ട്. അതുപോലെ ഞാൻ ഓടി വന്നിട്ട് ബാങ്ക് കൊടുത്ത് പോകും. അപ്പോൾ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാകും. കാരണം ഒരു സമയം ഞാൻ 10ാം ക്ലാസ് വരെ എനിക്ക് താങ്ങാൻ ഉമ്മയും പാപ്പയും ഉണ്ടായിരുന്നു. നമ്മൾ അതുവരെ ഞാൻ ഒരു ബുദ്ധിമുട്ട് അറിയാണ്ടാ പോയി. പിന്നെ അതിന് ശേഷം 16ാം വയസ്സിൽ മുതൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ലക്ഷ്യവുമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് സാഹചര്യങ്ങൾ എനിക്ക് എതിര് അനുകൂലം എന്താ പറയുക അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നിന്നും ഇന്ന് ഞാൻ ആരെയും വെറുപ്പിക്കാതെ ആരെയും ഇടുങ്ങാറാക്കാതെ നമ്മൾ ഇറങ്ങിപ്പോയി ഒരു ക്ലാസ്സിന് പോകുമ്പോൾ ആർക്കോ ഒരു ദേഷ്യമോ വിഷമോ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് കാത്തുന്ന സമയം എനിക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് വന്നതെന്നുള്ളൊരു ബോധ്യം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ട സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ വയസ്സുണ്ട് നമുക്ക് ആ പ്രായത്തിൽ ചെയ്യേണ്ടി ആ പ്രായത്തല്ലാതെ അത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ എഫേർട്ട് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം എനിക്ക് കുറച്ച് കാര്യം നമ്മളെ കൂടെ പഠിക്കുന്ന മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുട്ടികളാണ്. അപ്പം അതിൻ്റെ സ്ഥാനത്ത് ഞാനെന്ന് പറയുന്നത് അവരെക്കാട്ടിലും ഏജ് ഉള്ളത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി 2-3 തവണ എനിക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നമ്മൾ ഫീസ് കൊടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് അവർ പഠിപ്പിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്, സംശയം ഏത് തട്ടപ്പാതിലേക്ക് ചോദിച്ചാലും നമുക്ക് തീർക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് എനിക്ക് ഇതിൻ്റെതായ ഒരു തലയും മണ്ട ഉണ്ടാകുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാകും. കാരണം വീട്ടിൽ വരുന്ന ഇത് എന്ന് പറഞ്ഞാൽ കുറേ വർക്ക് കാര്യങ്ങൾ ചെയ്യാൻ, അതേമാതിരി നമ്മൾ വർക്ക് ചെയ്താലേ നമുക്കിതിന് ഒരു കാര്യം ഉണ്ടാവുള്ളൂ. കാരണം ആ ഒരു കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് പറയാൻ ഞാനും അവിടേക്ക് എത്തുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയാം. ഈ ഒരു ലക്ഷ്യത്തേക്ക് നമുക്ക് ഇപ്പുറത്തേക്ക് ചോറും കൂട്ടാനും രാവിലത്തെ പോകുമ്പോഴും നമുക്ക് ഒരുക്കി തരാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സുഖമായിരുന്നു. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഇനി ഓടിപ്പാഞ്ഞ് മെനക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ ചെയ്ത് കൂടി ചിലപ്പോൾ ക്ലാസ്സിനൊക്കെ ചെയ്യും. അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചില നേരത്ത് എനിക്ക് സങ്കടം വരും. കാരണം പോവേണ്ട സമയത്ത് പോവാൻ പറ്റാത്തതും കാര്യങ്ങളും കൊണ്ടാണല്ലോ ഞാൻ ഇത്രയും ഇടങ്ങാറാവുന്നത്. പക്ഷെ ഇതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് എനിക്ക് സങ്കടം പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല. കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഓടുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കണം എന്നുള്ളൊരു ഇതും കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടില്ല. ഒരുവിധം എനിക്ക് എന്തെങ്കിലും പോകാനോ ഞാൻ ഇറങ്ങി തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മടുക്കാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് മടുക്കുന്നില്ല. കാരണം എനിക്ക് സന്തോഷപൂർവ്വം എൻ്റെ മക്കൾ അങ്ങോട്ട് ക്ലാസ്സിൽ പറഞ്ഞു വെച്ചാൽ അതിന് ശേഷം ഞാൻ പോകുന്നത് സന്തോഷപൂർവ്വം ഞാൻ ഒരുപാട് കാലത്തെ സ്വപ്നം കണ്ടു പോകുന്നത് കൊണ്ടായിരിക്കും ഇതിനോട് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നാതെ തന്നെ അത്ര എഫേർട്ട് എടുത്തിട്ടും നമുക്ക് അത്രയും ബുദ്ധിമുട്ടായി നമ്മളൊരു ക്ലാസ്സിന് പോകുമ്പോൾ അത്രയും തോന്നലില്ലേ മടുപ്പ്. ആ ഒരു മടുപ്പ് തോന്നാത്ത ക്ലാസ് ആയിട്ട് അങ്ങനെ പോകുന്നത്. മുന്നോട്ടും ഇങ്ങനെ ആയിട്ടെല്ലാം മനസ്സിലാക്കി വർക്കൊക്കെ ചെയ്തിട്ട് സന്തോഷപൂർവ്വം അത് പൂർത്തീകരിക്കണമെന്നാണ്. അങ്ങനെ ഏതാനും പറഞ്ഞു വന്ന് എവിടേക്കോ എത്തിപ്പോയി. കാരണം അതിങ്ങനെ വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയതാട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നോമ്പുറക്കാൻ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഉണ്ടാക്കി ഞാൻ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വത്തക്ക ജ്യൂസ് അടിച്ചിട്ടുണ്ട്. പിന്നെ പൊരികൾ ഉണ്ടായിരുന്നു. പൊരികൾ ഞാൻ മുറിച്ച് വെച്ചതാട്ടോ. മക്കൾ ഒന്നായിട്ട് കഷ്ണം കണ്ട മക്കൾ പൊരികളും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ബീഫ് കറി വെച്ചതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബീഫ് കറി നമ്മൾ ബദരീങ്ങളാണ്ടിന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബീഫാട്ടൊന്ന് വെച്ചത്. അപ്പം ഇന്ന് അങ്ങനെ ബീഫ് കറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റാക്കി നമ്മൾ ബാങ്ക് കൊടുത്താലാണ് കേട്ടോ ബീഫ് കറിയൊക്കെ റെഡിയായി. അതിന് ശേഷമാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മളെ തിരക്ക്. അങ്ങനെ അതിൻ്റെ ഇടയിൽ പൊരിയും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അത് നോമ്പ് തുറന്ന് പിന്നെ ബീഫ് കറി ആയാലാണ് പിന്നെ നമ്മൾ ചായ കുടിക്കുന്നത് കേട്ടോ. അതിനുശേഷം നല്ലൊരു മഴയായിട്ട് പെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് പെയ്ത മാതിരി ഒരു ഫീൽ ആയിരുന്നു.
കാരണം എന്ന് വെച്ചാൽ അത്രയും ചൂടെടുത്ത് കുഴങ്ങി നിൽക്കുന്ന സമയത്ത് നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തപ്പോൾ മനസ്സിന് തന്നെ ഒരു കുളിർമ കിട്ടിയിട്ടോ. അതിന് ശേഷമാണ് ഫ്രണ്ട് വിളിച്ചിട്ട് ബിരിയാണി കൊണ്ട് തരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ പൊതിക്കൊക്കെ നല്ലൊരു എന്താ ഒരു കഥ പറയാണ്ട് അങ്ങനല്ല നമ്മളെ ചിലർ ഓർത്തിട്ട് നമുക്ക് കൊണ്ടു തരിക അറിയുമ്പോൾ പഠിച്ചവനെ എന്നും നമ്മളെ പ്രാർത്ഥനയിലൊക്കെ ഉണ്ടാകുന്ന ചില മനുഷ്യരല്ലേ അവർ. കാരണം ചില ഓലാടെ ഒരു പിടി എന്തെങ്കിലും ഒരു സന്തോഷത്തിന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്കും അതിലൊരു പങ്ക് നമുക്കും കൊണ്ടു തരിക അറിയുമ്പോൾ നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ടും നമ്മളോടുള്ളൊരു ഇതുണ്ടല്ലേ. മരണം വരെ പ്രാർത്ഥനയിലും അതുപോലെ എല്ലാത്തിലും നമ്മളെ കൂടെ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നല്ലതും മോശവുമായ നമ്മളെ വീഡിയോസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫാൾട്ടായിട്ടോ നല്ലതായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. ഇനി നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ഫോളോ ഒന്ന് ചെയ്ത് കേട്ടോ. നല്ല വീഡിയോ ഒന്നും അറിയില്ല, എന്നാലും നിങ്ങൾക്ക് കാണാമല്ലോ, ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്.